സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ധ്യാനത്തിലേക്ക്, ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്നേഹനാഥനായ യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ, അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ഉണർവും നൽകട്ടെ. ഈശോയെ, നിൻ്റെ വചനം ഞങ്ങളുടെ കാതുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ തുറക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും, ഞങ്ങൾ ധ്യാനിക്കുന്ന സകല ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തെ നിന്നിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തട്ടെ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത മേഖലകളെയും വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ദൈവമേ, സകല തിന്മകളിൽ നിന്നും ഈ നിമിഷം ഞങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒരു ഭാഗം ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണുവണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന തമ്പുരാനെ കുറിച്ചാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായം 26-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമുക്കറിയാം, ഇന്ന് ഈ ആധുനിക ലോകത്തിൽ നമ്മുടെ ചുറ്റും നമ്മൾ കാണാത്ത രോഗങ്ങളില്ല. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോ നാം തന്നെയോ അനുഭവിക്കാത്ത രോഗത്തിൻ്റെ ദുരിതങ്ങളില്ല. വലിയ മാരകമായ രോഗങ്ങൾ മുതൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ രോഗങ്ങൾ വരെ നമ്മെ അലട്ടുന്നുണ്ട്. പക്ഷേ ഇതാ വചനം പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവം സൗഖ്യം പ്രദാനം ചെയ്യുന്ന, രോഗത്തിൽ നിന്നും മോചനം തരുന്ന ദൈവമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വളരെ പരിചിതമായ ഒരു വചനമാണത്. മരുന്നോ ലേപനൌഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്, എനിക്ക് സൗഖ്യം നൽകിയത്. മരുന്നോ ലേപനൌഷധങ്ങളോ അല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന, ദൈവത്തിൻ്റെ അധരം മൊഴിയുന്ന വചനമാണ് എൻ്റെ രോഗത്തിന്, എൻ്റെ അസ്വസ്ഥതകൾക്ക് ശമനം നൽകിയത്, പരിഹാരമായത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിച്ചറിയുകയാണ്. യേശു ക്രിസ്തു
നമ്മെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സുഖപ്പെടുത്താൻ, ഈ എല്ലാ മേഖലകളിലും നമുക്ക് സൗഖ്യം തരാൻ കഴിവുള്ളവനാണ് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ തൻ്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ്ലിഹയാണ് മുൻപിലേക്ക് വന്നിട്ട് മറുപടി പറയുക, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, അതായത് നീ ജീവിക്കുന്ന ദൈവമാണ് എന്ന് പത്രോസ്ലിഹ യേശുവിനെ നോക്കി പ്രഖ്യാപിക്കുകയാണ്. വലിയ ബോധ്യത്തോടുകൂടി പറയുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വചനം കുറിച്ച് വയ്ക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് ആരെ നോക്കിയാണോ പത്രോസ്ലിഹ ഇവൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞത്, ആ ക്രിസ്തു, ആ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട്, യേശു കൊടുത്ത നൽകിയ സൗഖ്യങ്ങൾ കണ്ട് വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ്ലിഹ അങ്ങനെ പറയുക. അന്ന് സൗഖ്യം നൽകിയ, അന്ന് മനുഷ്യർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത തമ്പുരാൻ തന്നെയാണ് പ്രിയമുള്ളവരെ ഇന്നും ദിവ്യകാരുണ്യത്തിൽ, നമ്മുടെ ആരാധനകളിൽ, വിശുദ്ധ കുർബാനയിൽ, നാം കടന്നു ചെല്ലുന്ന ദേവാലയങ്ങളിൽ ഒക്കെ ആയിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതായത് നമ്മുടെ ദൈവം സൗഖ്യം തരുന്ന, നമ്മുടെ ദൈവം രോഗങ്ങളിൽ നിന്നും നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, കർത്താവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവമുണ്ടല്ലോ. തകർന്ന മനസ്സുമായി, പ്രതീക്ഷകൾ അസ്തമിച്ച ഹൃദയവുമായി യാത്ര ചെയ്യുന്ന 2 വ്യക്തികളെയാണ് സുവിശേഷം അവിടെ പരിചയപ്പെടുത്തുക. ഇനി തങ്ങളുടെ ഗുരു തങ്ങളുടെ ഒപ്പമില്ല. ഇത്രനാളും ആരുടെ ഒപ്പം തങ്ങൾ നടന്നോ, ആരിൽ പ്രതീക്ഷ വെച്ചോ, ആരെ അനുഗമിച്ചോ, ഇനി അവനൊരു തിരിച്ചുവരവില്ല എന്നോർത്ത് വേദന നിറഞ്ഞ, ഭാരം നിറഞ്ഞ ഹൃദയവുമായി ജെറുസലേമിൽ നിന്നും, വിശുദ്ധ നഗരത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന 2 വ്യക്തികളെയാണ് സുവിശേഷം അവതരിപ്പിക്കുക. അങ്ങനെ അവർ നടന്നു നീങ്ങുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ, ദൗത്യത്തിൽ നിന്നും പിന്തിരിയുമ്പോൾ ക്രിസ്തു യേശു അവരുടെ സഹയാത്രികനായി അവരോടൊപ്പം ചേരുന്നു. അത് ആരെന്നു പോലും അറിയാതെ, അതാരെന്ന തിരിച്ചറിവില്ലാതെ പല കാര്യങ്ങളും അവർ സംസാരിക്കും. ഞങ്ങളുടെ ഗുരു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു, അവനെ അധികാരികൾ ഇതാ വധിച്ചു, ഇനി അവന് ഒരു തിരിച്ചുവരവില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ്. അവസാനം അവർ ഇങ്ങനെ കൂടെയുള്ള മനുഷ്യനോട് പറഞ്ഞു, നേരം സന്ധ്യയായി, പകൽ അസ്തമിക്കാറായി, ഇന്ന് ഞങ്ങളോടൊപ്പം വസിച്ചാലും. യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവൻ ഭക്ഷണത്തിനിരുന്നപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകി. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് നാം വായിച്ചറിയുക. യേശു അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, അവൻ അപ്പം നൽകിയപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു. അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു. എന്നിട്ട് അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കും, അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, എവിടെ നിന്ന്
പ്രതീക്ഷകൾ അസ്തമിച്ച് അവർ യാത്ര ആരംഭിച്ചോ, എവിടെ നിന്ന് യാതൊന്നും ബാക്കിയില്ല എന്ന് കരുതി അവർ മടങ്ങിപ്പോന്നോ, അവിടേക്ക് വലിയ പ്രതീക്ഷയുള്ള ഹൃദയവുമായി വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളുമായി അവർ തിരികെ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ യേശു അവർക്ക് ശാരീരികമായ മാനസികമായ ബലം നൽകുകയാണ്, സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ കണ്ണുകൾ തുറന്നവരായി, ഹൃദയം ജ്വലിക്കുന്നവരായി യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മടങ്ങിപ്പോകുന്ന പ്രതിസന്ധികളെ, ദുരിതങ്ങളെ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുന്ന സഹനങ്ങളെ നേരിടുവാൻ യാത്രയാകുന്ന കാഴ്ച സുവിശേഷം അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് നമ്മെ കരം പിടിച്ചുയർത്താൻ, നമുക്ക് സൗഖ്യം തരാൻ തമ്പുരാന് കഴിയും എന്ന് തിരിച്ചറിയണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. ആദവും ഹവ്വയും അവരുടെ ഹൃദയവും മുറിവേറ്റ ഹൃദയമായിരുന്നു. ഒരിക്കലും സംഭവിക്കരുതാത്ത തിന്മയിലേക്ക്, പാപത്തിലേക്ക് അവർ നിപതിക്കുമ്പോൾ അവരുടെ ഹൃദയം, അവരുടെ ജീവിതം മുറിവേറ്റതായിത്തീരുന്നു. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിലും ഈ മനുഷ്യർ തന്നെ തിരസ്കരിച്ചു എന്ന് തിരിച്ചറിയുമ്പോഴും ദൈവം അവരോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരും. അവിടുന്ന് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു. പിശാചിനോട് അവിടുന്ന് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും. തിന്മയിൽ നിന്നും, പിശാചിൽ നിന്നും, പൈശാചിക സ്വാധീനത്തിൽ നിന്നും നിങ്ങളെ, മനുഷ്യരെ ഞാൻ കരം പിടിച്ചുയർത്തുമെന്ന് ദൈവം മനുഷ്യകുലത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണത്. രക്ഷകനെ അയച്ച് നിങ്ങളെ ഞാൻ വീണ്ടും എൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തും. എൻ്റെ പുത്രൻ വഴി വീണ്ടും നിങ്ങളെ ഞാൻ പറുദീസായിലേക്ക് ആനയിക്കും എന്ന് ദൈവം, യേശു വാഗ്ദാനം തരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, സുഖപ്പെടുത്തുന്ന കർത്താവ്, മുറിവുണക്കുന്ന ദൈവം മറ്റുള്ള മനുഷ്യരുടെ പക്കലേക്ക് പോകുന്നതിന് പകരം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവർക്ക് ഇപ്രകാരം തങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്ന, കണ്ണുകൾ തുറക്കുന്ന, മുറിവ് ഉണങ്ങുന്ന അനുഭവം ഉണ്ടാകും. ഹോസിയ പ്രവചനത്തിൻ്റെ 6-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, പക്ഷേ അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വച്ചുകെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയിർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ ഓർമ്മിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മിൽ നിന്നും ഒരുപാട് അകലെയല്ല. തിന്മയിൽ നിന്നും പിന്തിരിയാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ, രോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വചനം പറയുന്നത് പോലെ വസന്ത വൃഷ്ടിയായി ദൈവം നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, സഹനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ധ്യാനത്തിനായി പോയപ്പോൾ
അവിടെ കേട്ട ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ഒരു വലിയ ഇടവകയിൽ നടക്കുകയാണ്. അതിൻ്റെ സമാപനത്തിൽ 3000-ഓളം കുടുംബങ്ങൾ ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിൽ ജനങ്ങളായിരിക്കുന്ന ഒരു സമയം. അപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവിക ഇടപെടലിനെ കുറിച്ച് പങ്കുവച്ചു. ഫ്രാങ്ക്ലിൻ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വിദേശത്ത് ജോലി നോക്കുന്ന സമയം വളരെ ഭദ്രമായി, വളരെ നന്നായി ജീവിതം മുൻപോട്ട് പോകുന്നു. വിശുദ്ധ കുർബാനയോട് ഭക്തിയുണ്ട്, ദേവാലയ കാര്യങ്ങളിൽ പ്രാർത്ഥനയിൽ വലിയ താല്പര്യമുണ്ട്. അതിനൊക്കെ കിട്ടുന്ന സമയം വളരെ നന്നായി വിനിയോഗിക്കുന്നു. ഒപ്പം തൻ്റെ ജോലി ഭംഗിയായി നോക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഈ മനുഷ്യന് ചില ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ്. നല്ല ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നു, ചില മരുന്നുകൾ കൊടുത്തു, 2 ദിവസം വിശ്രമിക്കാൻ പറഞ്ഞ് തിരികെ അയച്ചു. ഇദ്ദേഹം മരുന്നുകൾ കഴിച്ച് 2 ദിവസം പൂർണ്ണമായി വിശ്രമിച്ചു. പക്ഷേ യാതൊരു മാറ്റവുമില്ല. വീണ്ടും കുറച്ചുകൂടി നല്ല ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് ചെന്നു. അവിടെ ചെന്ന് വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയനായി. ഡോക്ടർ ഇദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ താങ്കൾ മനസ്സിനെ ഒരുക്കണം. കുറച്ച് ആമുഖം പറഞ്ഞതിന് ശേഷം, അദ്ദേഹത്തെ ബലപ്പെടുത്തിയതിനു ശേഷം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: താങ്കളുടെ മജ്ജയുടെ 86% ഗുരുതരമായ അർബുദം ബാധിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച ഒരു വ്യക്തി, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്ന് ചിന്തിച്ച ഒരു വ്യക്തി, ദൈവത്തോട്, വിശുദ്ധ കുർബാനയോട്, ദേവാലയത്തോടൊക്കെ താല്പര്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഉയർന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടിൽ തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്കായി അദ്ദേഹം വരികയാണ്. വന്ന് ആദ്യം ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു: എനിക്ക് ഒരു ധ്യാനം കൂടാൻ പോകണം, അതിനുശേഷം ചികിത്സ ആരംഭിക്കാം. ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ്: മനുഷ്യ, താങ്കളുടെ രോഗത്തിൻ്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ലേ? ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും അശ്രദ്ധമായി ഒന്ന് തട്ടിയാൽ മതി, അതോടെ താങ്കളുടെ ജീവിതം അവസാനിക്കും. ഡോക്ടറുടെ നിർദ്ദേശം പരിഗണിച്ച് അതിൻ പ്രകാരം ചികിത്സ ആരംഭിച്ചു. ഓരോ ദിവസവും ഇദ്ദേഹം പ്രാർത്ഥിക്കും: ദൈവമേ, ക്രിസ്തുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തം, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഒഴുകിയിറങ്ങാൻ ഇടവരുത്തണമേ. ഇദ്ദേഹം ഇറങ്ങി നടക്കുമ്പോൾ കണ്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടി ഈ മനുഷ്യൻ പങ്കുവച്ചു. ശ്യാം എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള ഒരു യുവാവ്. അവനറിയില്ല ക്രിസ്തു ആരാണെന്ന്, യേശു ആരാണെന്ന്. പക്ഷേ ശിരസിൽ അർബുദം കൊണ്ട് അതിൻ്റെ വേദനയിൽ നിലവിളിക്കുന്ന ഒരു മകൻ. അത് കണ്ട് ദുഃഖം താങ്ങാനാകാതെ അവനെ കൂടി തൻ്റെ പ്രാർത്ഥനയിൽ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങനെ ദിനങ്ങൾ മുൻപോട്ട് പോയി. 9ാമത്തെ ദിവസം ഈ മനുഷ്യൻ പറഞ്ഞു: എനിക്ക് ഒരു സ്വപ്നമുണ്ടായി. യേശുവും 3 ശിഷ്യന്മാരും എൻ്റെ അരികിൽ വന്ന് രോഗാതുരമായ ശരീരത്തിൽ സ്പർശിച്ച് എഴുന്നേൽക്കാൻ പറയുന്ന ഒരു സ്വപ്നം. അദ്ദേഹം എഴുന്നേറ്റു, തൻ്റെ കിടക്കയിലിരുന്നു. ഒന്നും ശബ്ദിക്കുവാൻ സാധിക്കുന്നില്ല, സ്വരം പുറത്തേക്ക് വരുന്നില്ല. കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു പ്രചോദനം തോന്നിയിട്ട് താൻ പ്രാർത്ഥിക്കാറുള്ള ആ മകൻ്റെ അടുത്തേക്ക് ചെന്നു. അവനും അവിടെ ഉണർന്നിരിക്കുന്നു അർദ്ധരാത്രിയിൽ. പ്രിയമുള്ളവരെ, അവിടെ കൂടിയ ആയിരക്കണക്കിന് ആളുകളോട്, അവിടെ കൂടിയ സകല ജനത്തോടും ആ മനുഷ്യൻ പറഞ്ഞു: ആ രാത്രിയിൽ എൻ്റെ മജ്ജയിൽ ബാധിച്ച ഗുരുതരമായ അർബുദം ദൈവം, ക്രിസ്തു എടുത്തുമാറ്റി. ഒപ്പം യേശുവാരെന്നറിയാത്ത, ക്രിസ്തുവാരെന്നറിയാത്ത തൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച ആ മകന് കൂടി അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ആർക്കാണ്, ഏതു മനുഷ്യനാണ് ഇത്ര ഗുരുതരമായ ഒരു രോഗം ഒരു സ്പർശനം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുക? വചനം നമ്മോട് പറയുന്നു: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ:
രോഗശയ്യയിൽ ഉദാസീനരാകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും. ദൈവം ക്രിസ്തു സുഖപ്പെടുത്തുന്ന തമ്പുരാനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗമാണ്. അവിടെ കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്ന് യേശുവിനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് അവന് അത്ര മാരകമായ, മറ്റുള്ളവരെല്ലാം അവഗണിക്കുന്ന ഒരു രോഗത്തിൽ നിന്നും സൗഖ്യം നൽകുന്ന തമ്പുരാൻ, വേദന അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, രോഗം പേറുന്ന സകല മനുഷ്യരെയും നോക്കി ക്രിസ്തു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. തമ്പുരാന്റെ കരം മുറുകെ പിടിക്കാൻ നമ്മൾ പഠിക്കുക. അങ്ങനെ ചെയ്യുന്നവരോടെല്ലാം ദൈവം പറയും, യേശു പറയും, എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ. ബെത്സയിദ കുളക്കരയിലെ രോഗിയുടെ അനുഭവം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവിടെ 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. ആരും പറയുന്നില്ല ഇവൻ അവിടെ ഉണ്ട് എന്ന്. ആരും യേശുവിനോട് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ കർത്താവ് അവൻ്റെ അരികിലേക്ക് ചെന്ന് കിടക്കിയെടുത്ത് എഴുന്നേറ്റ് നടക്കുക എന്ന് അവനോട് പറയുന്നു. പ്രിയമുള്ളവരെ, 38 വർഷമായി തളർന്നു കിടന്ന ഒരുവന് സൗഖ്യം നൽകുന്ന തമ്പുരാന്റെ ചിത്രമാണ് സുവിശേഷം അവതരിപ്പിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ നമുക്ക് പരിചിതമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റെവിടേക്കും പോകുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ പക്കലേക്ക് വന്നാൽ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ ആശ്വാസം നൽകി, സമാധാനം നൽകി ദൈവം നമ്മെ കരം പിടിച്ച് ഉയർത്തും. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദുരിതങ്ങളിൽ, വേദനകളിൽ നമുക്ക് സമാധാനം നൽകാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെയല്ലേ പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയമുള്ളവരെ, ഹൃദയം അസ്വസ്ഥമാകുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ, ഒരുപാട് അവസരങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ടാകും. വലിയ രോഗങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടാകും. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകളുണ്ടാകും. സാമ്പത്തികമായി ക്ലേശിക്കുന്ന അവസരങ്ങളുണ്ടാകും. പക്ഷേ അപ്പോഴെല്ലാം ദൈവത്തെ മുറുകെ പിടിക്കാൻ, ദൈവത്തെ നഷ്ടപ്പെടാത്ത മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന ഈ അധ്യായങ്ങളിലുടനീളം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ദൈവം മനുഷ്യരെ സുഖപ്പെടുത്തുന്ന, ശാരീരികമായ, ആത്മീയമായ, മാനസികമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഒരു സഹനം പോലും, ഒരു വേദന പോലും വൃഥാവിലാകില്ല, വെറുതെയാകില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അത് ദൈവകരങ്ങളിലേക്ക് കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, സകല നൊമ്പരങ്ങളും വെറുതെയാകും. അതൊന്നും വെറുതെയാകരുത്. എല്ലാം
യേശുവിൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സഹനങ്ങളായി സമർപ്പിച്ച് കുരിശിനോട് ചേർത്ത് വെച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന, കൃപ സ്വീകരിക്കുന്ന, സൗഖ്യം നേടുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയണം. അതിനായി തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും സകല നൊമ്പരങ്ങളെയും വേദനകളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ശാരീരികമായ ഞങ്ങളുടെ രോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളെ, ചിന്തകളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം, അങ്ങ് നൽകുന്ന വാഗ്ദാനം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കുറിച്ചിടുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വീണ്ടും അങ്ങ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവേ, തമ്പുരാനെ, ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയം, ഞങ്ങളുടെ രോഗാതുരമായ ശരീരം നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വച്ചു തരുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ, എന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ കരം പിടിച്ചുയർത്തണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും അങ്ങയുടെ ആത്മാവിനാൽ നിറയപ്പെടുന്ന, അങ്ങയുടെ സൗഖ്യം സ്വീകരിക്കുന്ന അനുഭവമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ, ഞങ്ങൾക്കും സകല മനുഷ്യർക്കും ഈ ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.